സൂറത്തുൽ കഹ്ഫിന്റെ 46-ാമത് ആയത്തിൽ അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നു, അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ. ഭൗതിക ലോകത്തെ സമ്പത്തും മക്കളും അതൊരു മുഅ്മിനായ മനുഷ്യന് വളരെ സന്തോഷം നൽകുന്ന വിഭവങ്ങളാകുന്നു. എന്നാൽ സൂറത്തുൽ തഗാബുനിന്റെ 15-ാമത്തെ ആയത്തിൽ ഈ ആയത്ത് പറഞ്ഞ അല്ലാഹു തന്നെ ഓർമ്മപ്പെടുത്തുന്നു, ഇന്നമാ അംവാലുക്കും വ ഔലാദുക്കും ഫിത്ന. തീർച്ചയായും നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സന്താനങ്ങളും നിങ്ങൾക്ക് നാശമായി ഭവിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് പറയുമ്പോൾ സ്വാഭാവികമായും ചില ബുദ്ധി രാക്ഷസന്മാർ ഖുർആനിനെ വികലമായി ചിത്രീകരിക്കാൻ എമ്പാടും സാധ്യതയുള്ള രണ്ടായത്തുകളാണ്. ഒരു സ്ഥലത്ത് അല്ലാഹു മക്കളും സമ്പത്തും സന്തോഷമാണെന്ന് അനുഗ്രഹമാണെന്ന് പറയുമ്പോൾ അതേ അല്ലാഹു തന്നെ ഖുർആനിന്റെ മറ്റൊരു ഭാഗത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം, അത് നാശമാണ് എന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധി കൊണ്ട് അളന്നു നോക്കുമ്പോൾ ചിലപ്പോൾ അത് വിപരീതമായി നമുക്ക് തോന്നാം. യഥാർത്ഥത്തിൽ എന്താണ് ഈ പറഞ്ഞതിന്റെ താല്പര്യം? മഹാന്മാരായ മുഫസ്സിറുകൾ വിശദീകരിക്കുന്നു, രണ്ടും ശരിയായ യാഥാർത്ഥ്യങ്ങൾ തന്നെയാണ്. എന്നാൽ ഈ രണ്ട് അനുഗ്രഹങ്ങളും അതിനെ അനുഗ്രഹമാക്കി മാറ്റുന്നതും അതിനെ നാശമായി ചിത്രീകരിക്കുന്നതും നമ്മുടെ കാഴ്ചപ്പാടുകളിലൂടെയും നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെയും നമ്മുടെ ചിന്തകളിലൂടെയും ആകുന്നു എന്നാണ് അതിന്റെ അർത്ഥം. പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം അത് നാശമാണ്, വിപത്താണ് എന്ന് ഓർമ്മപ്പെടുത്തുമ്പോൾ ഒരു വിശ്വാസം തിരിച്ചറിയേണ്ടത് അത് രണ്ടും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടുന്ന വലിയ രണ്ട് ഘടകങ്ങളാണ് എന്നാണ് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടുന്നത്. അതുകൊണ്ട്